വളരെ സന്തോഷം തോന്നുന്ന ഒരു സന്ദർഭമാണിത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒരു ഡോക്യുമെൻ്ററി ഇലക്ട്രിക്കൽ സേഫ്റ്റിയെക്കുറിച്ച് ഉള്ളൊരു ഡോക്യുമെൻ്ററി KSEB ആയിട്ട് ചേർന്ന് ഇപ്പോൾ പുറത്തിറക്കാൻ പോവുകയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണ് സേഫ്റ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു BTech കോഴ്സ് പ്രോഗ്രാം നടത്തുന്ന ഒരേ ഒരു യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ ആയിരിക്കണം KSEB ഈ യൂണിവേഴ്സിറ്റിയെ അതിനുവേണ്ടി സമീപിക്കുകയും പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഈ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംരംഭത്തിന് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നത്. കൊച്ചി സർവകലാശാലയുടെ ഒരു നൂതന സംരംഭമാണിത്. പേഴ്സണൽ സേഫ്റ്റിയെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ആദ്യമായിട്ട് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു അവയർനെസ്, അതാണിപ്പോൾ പ്രഥമമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രയോജനകരമായി തീരട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കണ്ടോ എത്ര വേഗമാണ് ജീവന്റെ തുടിപ്പുകൾ നിലയ്ക്കുന്നത്, എരിഞ്ഞമരുന്നത്. വൈദ്യുതാഘാതമേൽക്കാൻ കാരണങ്ങൾ അനവധിയാണ്. ഏറിവരുന്ന അപകടങ്ങൾ, അശ്രദ്ധയിൽ പൊലിഞ്ഞു പോകുന്ന ഉടലുകൾ, കൂടെ കുറെ സ്വപ്നങ്ങളും. വൈദ്യുതി മനുഷ്യ ശരീരത്തിൽ കൂടി പ്രവഹിക്കുമ്പോൾ ആ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ്, വൈദ്യുതി ശരീരത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു കൂടിയാണ് ആ വൈദ്യുതി പോകുന്നത്, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഹൃദയം ഇരിക്കുന്ന ഭാഗത്തു കൂടി വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ 30 മില്ലി ആംപിയർ വരെ നമ്മൾ അപകടം, അതായത് മരണം സംഭവിക്കാതെ വൈദ്യുതി കടത്തിവിടാനുള്ള ശരീരത്തിന് കഴിവുണ്ട്. അതും ഓരോ വ്യക്തികളുടെയും ശരീരത്തിന് ഉണ്ടാകുന്ന കഴിവ് വ്യത്യസ്തമായിരിക്കും. സ്ത്രീകൾക്ക് താരതമ്യേന റെസിസ്റ്റൻസ്, അതായത് ബോഡിക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അതുപോലെ മദ്യപാനം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ശരീരത്തിൽ കൂടി കൂടുതൽ കറണ്ട് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണഗതിയിൽ 500 ഓം തൊട്ട് 6 ലക്ഷം ഓം വരെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ്. തലേ ദിവസം ചാനലിൽ കണ്ട ജീവൻ രക്ഷാ പരിശീലനത്തിന്റെ ക്ലാസ്സാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആപത്തിനെ നേരിടാൻ സുമയ്ക്ക് കരുത്തു നൽകിയത്. ഷോക്കടിച്ച് മരവിച്ചു കിടന്ന ഭർത്താവിനെ ടിവിയിൽ കണ്ടതുപോലെ നെഞ്ചിലിടിച്ചാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എന്ന് സുമയുടെ സാക്ഷ്യം. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ വെറുതെ വിറകുകൊള്ളിയുമ്പോൾ പിടിച്ച പോലെ അങ്ങനെ അവൾ ഞാൻ എൻ്റെ നെഞ്ചത്താണ് ആദ്യം അടിച്ച് കരഞ്ഞത്. അപ്പോഴാണ് ഓർത്തത് ഇവിടെ അല്ലല്ലോ അടിക്കേണ്ടത്, ചേട്ടൻ്റെ നെഞ്ചിലല്ലേ എന്ന് ഓർത്ത് വേഗം ഞങ്ങൾ അടിച്ച്. കുറേ അടി അടിച്ചപ്പോഴേക്കും ഒരു ഞരക്കം കേട്ടപ്പോൾ മോനാണ് അമ്മയാണ് ജീവനുണ്ടമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടുത്ത വീട്ടിലെ കൊച്ചു ശ്വാസം കൊടുക്കാൻ പറഞ്ഞ് മോൻ ശ്വാസം കൊടുത്ത് അപ്പോഴേക്കും ഇങ്ങനെ ചാടി തല കുടഞ്ഞിട്ടുണ്ട്. എന്താണെന്നാണ് ചോദിച്ചത്. ഇതിന് ശേഷമാണ് ട്രെയിനിങ് ഒക്കെ കിട്ടിയത്. അതിന് മുമ്പ് ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ്
ഇത് CPR ആണ്, ശ്വാസം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഈ അടിയല്ല ഇങ്ങനെ അമർത്തേണ് ചെയ്യണ്ടേന്നുള്ളതൊക്കെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വൈദ്യുതാഘാതം മാത്രമല്ല, മറ്റെന്ത് കാരണത്താലും ഹൃദയം നിലച്ചുപോയ ഒരു വ്യക്തിക്ക് താൽക്കാലികമായി നമ്മൾ CPR കൊടുത്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് കൃത്യമായി ചിട്ടപ്പെടുത്തിയ ചില സ്റ്റെപ്പുകളിലൂടെയാണ് നടത്തുന്നത്. ഓരോ സ്റ്റെപ്പും 5 മുതൽ 10 സെക്കൻഡ് വരെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ കൂടുതൽ എടുത്താൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന 5 മിനിറ്റിനകത്ത് രക്തോട്ടം തലച്ചോറിലെത്തിയില്ലെങ്കിൽ ബ്രെയിനിലെ സെല്ലുകളെല്ലാം ഡെത്തായി പോകും. ആ ഒരവസ്ഥ വരാതിരിക്കാനാണ് ഓരോ സ്റ്റെപ്പുകൾക്കും കൃത്യമായിട്ട് 5 മുതൽ 10 സെക്കൻഡ് എന്ന രീതി അവലംബിക്കുന്നത്. ആദ്യമായി നമ്മൾ ഈ വ്യക്തിയെ താൽക്കാലികമായി ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തിയെ നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പ്രക്രിയ. അതിനുശേഷം രോഗിയെ ഉണർത്താൻ ശ്രമിക്കുക. അത് തോളത്ത് തട്ടി വളരെ ഉച്ചത്തിൽ ടാപ്പ് ആൻഡ് ഷൗട്ട് എന്നാണ് പറയുക. അത് വളരെ ഉച്ചത്തിൽ, പേരറിയാമെങ്കിൽ പേര് പറയാം, അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് തട്ടി ഉണർത്താൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ രോഗി ഉണർന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ്റെ ലക്ഷണങ്ങൾ വല്ലതും ഈ രോഗിയിൽ കാണുന്നുണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യണം. അത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജീവനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ കണ്ണ് ചിമ്മും, അതുപോലെ തന്നെ കൈകാലുകൾ അനങ്ങും, ശ്വാസത്തിന് നെഞ്ചുവേരും, അങ്ങനെ ചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊന്നുമില്ല എങ്കിൽ ഈ ആൾ അപകടത്തിലാണ്, ജീവൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുന്നു. കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറയും അടുത്ത സ്റ്റെപ്പായിട്ട്. അത് ഒരു മൊബൈൽ ഉപയോഗിച്ചോ അടുത്ത് നിൽക്കുന്ന ആളുകളെ കൈകാട്ടി വിളിക്കാനോ കൈകൊട്ടി വിളിക്കാനോ എല്ലാം ചെയ്യാം. ഈ സ്റ്റെപ്പിന് നമ്മൾ 5 മുതൽ 10 സെക്കൻഡ് വരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇതിനുശേഷം വീണ്ടും നമ്മൾ രോഗിക്ക് ജീവൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കരോട്ടിഡ് പൾസ് പരിശോധിക്കുന്നു. അത് തൊണ്ടയുടെ ശ്വാസനാളത്തിൽ നിന്ന് വിരലോടിച്ച് ഈ മസിലിൻ്റെ അടുത്തുള്ള ഈ കുഴിയിലെത്തുമ്പോൾ കരോട്ടിഡ് പൾസ് എന്ന് പറയും, സെൻട്രൽ പൾസ്, അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു. ഈ സെൻട്രൽ പൾസ് കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല. നമുക്ക് സംശയമാണ് ഉള്ളത് എങ്കിൽ പോലും നമുക്ക് CPR കൊടുത്ത് അദ്ദേഹത്തിനെ സമയം കളയാതെ CPR കൊടുത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതാണ്. ഈ CPR ആണ് BLSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനുവേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കംപ്രഷനാണ്. അതായത് രക്തോട്ടം എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിന് തൊട്ട് താഴെയിൽ, അതായത് ഈ മാറല് തൊണ്ടക്കുഴിയിൽ നിന്നും വയറ് തുടങ്ങുന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ട് മധ്യഭാഗത്ത് തൊട്ട് താഴെയായി നമ്മൾ കൈയുടെ ഉപ്പൂറ്റി ഉപയോഗിച്ച് അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് കോർത്ത് പിടിച്ച് നമ്മളുടെ കൈമുട്ടുകൾ വളയാതെ നെഞ്ചിൽ ഏതാണ്ട് 2 ഇഞ്ച് ആഴത്തിൽ അമർത്തണം. 2 ഇഞ്ച് ആഴത്തിൽ അമർത്തുമ്പോൾ ഹാർട്ടിന് പ്രസ്സിംഗ് സംഭവിക്കുകയും രക്തം മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയുമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ഇത് എത്ര പ്രാവശ്യം ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1 മിനിറ്റിൽ 100 പ്രാവശ്യം എന്ന രീതിയിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. അതായത് 18 സെക്കൻഡിൽ ഏതാണ്ട് 30 കംപ്രഷനോളം നമ്മൾ കൊടുക്കണം. 2 ഇഞ്ച് ആഴത്തിൽ നെഞ്ച് താഴുന്നത് വരെ നമ്മൾ 30 എന്ന് എണ്ണിക്കൊണ്ട് തന്നെ വേണം ഈ കംപ്രഷനുകൾ കൊടുക്കാൻ. അതിനുശേഷമാണ് നമ്മൾ എയർവേ ക്ലിയർ ചെയ്യുന്നത്. എയർവേ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസനാളത്തിലേക്ക് നാക്കും ഇറങ്ങിക്കിടക്കുന്നതുകൊണ്ട് എയർവേ അടഞ്ഞു പോകുന്നു. അത് എയർവേ ക്ലിയർ ചെയ്യാനായിട്ട് പനി നോക്കുന്ന പോലെ നെറ്റിയിൽ നമ്മൾ കൈ വെച്ചുകൊണ്ട് നെറ്റി കുറച്ച് ടിൽറ്റ് ചെയ്യുന്നു, അതായത് ചരിക്കുന്നു. അതിനുശേഷം 2 വിരൽ കൊണ്ട് താടി ഉയർത്തിപ്പിടിച്ച് മൂക്ക് അടച്ചു പിടിച്ചതിന് ശേഷം വായോട് വായ ചേർത്ത് സെക്കൻഡിൽ 1 എന്ന ക്രമത്തിൽ 2 പ്രാവശ്യം കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകുന്നു. ഈ ശ്വാസോച്ഛ്വാസം നൽകുമ്പോൾ നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് ഉയരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രക്രിയ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് വീണ്ടും ആവർത്തിക്കണം. കാരണം എയർവേ ക്ലിയർ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ എയർ കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് എയർവേ വീണ്ടും ക്ലിയർ ആക്കാൻ ശ്രമിക്കണം. ഇത് 2 പ്രാവശ്യം ചെയ്യുന്നു. 30x2 എന്ന ക്രമത്തിൽ മൊത്തം 5 പ്രാവശ്യം 2 മിനിറ്റിൽ നമ്മൾ ഈ സൈക്കിൾ പൂർത്തിയാക്കുന്നു. വൈദ്യസഹായമുള്ള ആംബുലൻസ്
എത്തുന്നത് വരെ ഈ രോഗിക്ക് CPR കൊടുക്കേണ്ടതാണ്. ജീവന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ രോഗിയെ റിക്കവറി പൊസിഷനിൽ കിടത്തുന്നതാണ് നല്ലത്. മലർന്നു കിടക്കുന്ന രോഗിയുടെ ഇടതു കൈ ടാറ്റ കൊടുക്കുന്ന രീതിയിൽ വെക്കുക. വലതു കൈപ്പത്തിയുടെ പുറം ഭാഗം രോഗിയുടെ ഇടത് കവിളിൽ ചേർത്ത് വെക്കുക. രോഗിയുടെ വലത് കാൽമുട്ട് പകുതി മടക്കിയ അവസ്ഥയിൽ വെക്കുക. രോഗിയെ ചെരിച്ചു കിടത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിയുടെ ശ്വാസനാളത്തിലേക്ക് ഉമിനീരോ ഛർദിലോ രക്തമോ മറ്റ് സ്രവങ്ങളോ കടന്ന് ശ്വാസതടസ്സവും അത് നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങളും തടയാൻ കഴിയും. വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീഴുന്ന രോഗിക്ക് കഴുത്തിനോ നട്ടലിൻ്റെ മറ്റു ഭാഗങ്ങൾക്കോ പരിക്കുണ്ടായിട്ടുണ്ടാകാം. ഈ അവസ്ഥയിൽ രോഗിയോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ സാധിക്കില്ല. രോഗി അബോധാവസ്ഥയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിന് ക്ഷതമില്ലാത്ത രീതിയിൽ വേണം നമുക്ക് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകേണ്ടത്. അതിനായി പ്രത്യേക ഒരു രീതിയാണ് അവലംബിക്കുന്നത്. അതാണ് ജോ ത്രസ്റ്റ്. അത് കഴുത്ത് നമ്മൾ സ്റ്റഡിയായി പിടിച്ചുകൊണ്ട് 2 തള്ളവിരൽ കൊണ്ട് മേൽത്താടിയിൽ അമർത്തി കീഴ്ത്താടി മുകളിലോട്ട് പൊക്കി എയർവേ ക്ലിയർ ചെയ്യുന്ന രീതിയാണ് ജോ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ മറ്റ് നാഡീഞരമ്പുകൾക്ക് ക്ഷതമില്ലാതെ നമുക്ക് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകാൻ സാധിക്കും. എയർവേ ക്ലിയർ ആക്കാനും സാധിക്കും. ഈ 4 ലെഡ് പൊട്ടിയാൽ ഏതെങ്കിലും ഒരു ലെഡ് പൊട്ടിയാൽ ഉടനെ തന്നെ കൊച്ചി സർവകലാശാലയിലെ കുട്ടികൾ പുതിയ ഉണർവിലേക്ക് കൺതുറക്കുകയാണ്. ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ പാഠങ്ങൾ പഠിച്ച് CPRഉം കൃത്രിമ ശ്വാസോച്ഛ്വാസവും നൽകാൻ അവർ സജ്ജരായി കഴിഞ്ഞു. കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ ഈ ജീവൻ രക്ഷാ സന്ദേശം നിറയട്ടെ. ഓരോ വീട്ടിലും CPR അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. അപകടത്തിൽ നമ്മെ സഹായിക്കുന്നത് ഡോക്ടറോ ആശുപത്രിയോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം അറിവാണ്, നമ്മുടെ കരങ്ങളാണ്. എല്ലാം നേരിടാൻ തയ്യാറാവണം നമ്മൾ.